ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാമത്തെ അധ്യായം 34 മുതൽ 40 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. പരീക്ഷിക്കാനാണ് ഈശോയുടെ അടുക്കൽ ഫരിസേയൻ വന്നത്. അവൻ ചോദിച്ചു, നിയമത്തിൽ പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ്? ഒരു നിയമജ്ഞനായതുകൊണ്ടും ഫരിസേയ പ്രമുഖനായതുകൊണ്ടും തന്നെ പരിഹസിക്കാൻ ഉദ്ദേശിച്ച് തന്നെയാണ് അവൻ ചോദിച്ചതെന്നും കൃത്യമായി അറിയാവുന്ന ഈശോയ്ക്ക് ഒരു ഉത്തരം കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അവിടത്തേക്ക് നിനക്കറിയാവല്ലോ, അല്ലെങ്കിൽ നീ ഇതുവരെ നിയമം വായിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിച്ച് ഈശോയ്ക്ക് അവനെ മടക്കി അയക്കാമായിരുന്നു. എന്നാൽ കൃത്യതയോടെ ഈശോ അവന് മോശയ്ക്ക് സീനായി മലയിൽ വെച്ച് ദൈവം കൊടുത്ത കൽപ്പനകളുടെ സാരസംഗ്രഹം കൃത്യമായിട്ട് അവതരിപ്പിച്ചു കൊടുക്കുകയാണ്. 10 കൽപ്പനകളാണ് നൽകപ്പെട്ടത് എങ്കിലും അവിടെ അടിസ്ഥാനമായിട്ട് തീരേണ്ട 2 കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഒരു വാക്കിൻ്റെ പുണ്യത്തിലേക്ക് ഈ കൽപ്പനകളെല്ലാം സംഗ്രഹിച്ച് അവിടുന്ന് അവതരിപ്പിക്കുകയാണ്. സ്നേഹമെന്ന ഒരു വാക്കിൽ ദൈവകൽപ്പനകളെല്ലാം അന്തർലീനമായിരിക്കുന്നുവെന്ന് ഈശോ വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാറ്റിനുമുപരി ദൈവത്തെ സ്നേഹിക്കണം, തന്നെ പോലെ അയൽക്കാരനെയും സ്നേഹിക്കണം. ഈ 2 കൽപ്പനകൾ നമ്മുടെ മുമ്പിൽ ഉയർത്തുമ്പോൾ സ്നേഹമെന്ന വാക്കിൻ്റെ അർത്ഥം ആഴത്തിൽ ബോധ്യപ്പെടാൻ വചനം നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. സ്നേഹമുള്ളിടത്ത് പാപത്തിന് പ്രസക്തിയില്ല. സ്നേഹം ആത്മാർത്ഥതയുള്ളതാണ് എങ്കിൽ പാപം അവിടെ കടന്നു വരില്ല. സ്നേഹത്തിൽ വഞ്ചനയില്ല, കുറ്റപ്പെടുത്തലില്ല, കൊലപാതകമില്ല, ഒളിഞ്ഞു നോട്ടമില്ല, ആഗ്രഹിക്കലില്ല. സ്നേഹത്തിൽ പങ്കുവയ്ക്കലാണ്. സ്നേഹത്തിൻ്റെ നിറവാണ് എല്ലാ കൽപ്പനയുടെയും സാരസത്യം എന്ന് വചനം കൃത്യതയോടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെക്കാളും സകല സൃഷ്ടവസ്തുക്കളെക്കാളും പരകോടി മനുഷ്യരെക്കാളും എനിക്കെൻ്റെ ദൈവത്തെയാണ് സ്നേഹം എന്ന് ഒരുവൻ പറയണമെങ്കിൽ അവൻ്റെ മനസ്സും ഹൃദയവും ഒന്നും വേറെങ്ങും മുടക്കി നിൽക്കാനാകില്ല. വചനത്തോട് പ്രതിബദ്ധത കാണിച്ച് ദൈവസ്നേഹത്തിൻ്റെ വറ്റാത്ത ഉറവകൾ നമ്മിൽ നിന്ന് നിർഗളിപ്പിച്ച് അവൻ്റെ സ്നേഹത്തോട് നാം ചേർന്ന് നിൽക്കും. ഈ സ്നേഹാഗ്നി നമ്മിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണ് ഒരുപക്ഷെ ലോകത്തിൻ്റെ വിളികൾ, ലോകത്തിൻ്റെ സ്വാധീനങ്ങൾ നമ്മളിൽ രൂഢമൂലമാവുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് വചനത്തോട് പ്രതിബദ്ധതയുള്ളവരാകാൻ വേണ്ടി ആഗ്രഹിക്കാം. ദൈവസ്നേഹം ജീവിക്കുന്നവരായിത്തീരാൻ ആഗ്രഹിക്കാം. പരസ്നേഹത്തിൻ്റെ മേഖലയിലാണല്ലോ ഈശോ നൽകപ്പെട്ട 7 കൽപ്പനകൾ നിലനിൽക്കുക. മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ എങ്ങനെയാണ് അവരിൽ കുറ്റങ്ങൾ ആരോപിക്കാൻ എനിക്ക് സാധിക്കുക? എൻ്റെ മാതാപിതാക്കളോട് എൻ്റെ ഹൃദയത്തിൽ സ്നേഹം മാത്രമേ ഉള്ളെങ്കിൽ ഞാൻ എൻ്റെ മാതാപിതാക്കളെ ആദരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കൊല്ലാനും വ്യഭിചാരം ചെയ്യാനും കള്ളസാക്ഷി പറയാനും അന്യൻ്റെ ഭാര്യയെ ആഗ്രഹിക്കാനും അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കാനും കള്ളസാക്ഷി പറയാനുമൊക്കെ നമുക്കിടയാകുന്നത് സ്നേഹത്തിൽ സ്വാർത്ഥത കലരുമ്പോഴാണ്. അതുകൊണ്ട് സ്നേഹമെന്ന വാക്കിനർത്ഥം നമുക്ക് പഠിക്കാം. ആ വചനത്തിൻ്റെ പൊരുള് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. കർത്താവേ, നിൻ്റെ സ്നേഹത്തിൻ്റെ മുഖമായി മാറാൻ, നിൻ്റെ സ്നേഹത്തിൻ്റെ ആവരണം അണിയപ്പെടാൻ, ആ ആവരണം ആത്മാർത്ഥതയോടെ ചേർത്ത് വെക്കുന്നവനാകാൻ അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥനയോടെ ദൈവത്തിൽ നമുക്ക് ചേർന്ന് നിൽക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.